ഹലോ ഫ്രണ്ട്സ്, കുറച്ചധികം നാരങ്ങ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് 2 മെത്തേഡ്സ് നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ 2ആയി കട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ലെമൺ ജ്യൂസ് ഫുള്ളായിട്ടൊരു പാത്രത്തിലേക്ക് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ തോട് ഭാഗം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യം ഈ ഒരു ഐസ് ട്രേ ആണ്. ഇതിലേക്ക് നമ്മൾ ഓരോ ട്രേയിലേക്കും മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെമൺ ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ് 2-3 ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് വെച്ച് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഈ ഒരു നാരങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ നാരങ്ങയുടെ തൊലി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു തൊലിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സാധാരണയായിട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ആ തൊലി പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ 1-2 നാരങ്ങയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ കൂട്ടി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തൊലി കൊണ്ട് നമുക്ക് നല്ല ഒരു അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഉപ്പെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ നാരങ്ങയുടെ തൊലിയെല്ലാം നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് കയ്പൊന്നും ഈ ഒരു അച്ചാറിൽ ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കാൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മിൻറ്റ് ലൈം ക്യൂബ് കൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1-2 ഐസ് ക്യൂബ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് 2ആയി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സർബത്ത് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സർബത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് പ്ലെയിൻ വാട്ടറിൽ ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളത്തിന് പകരം നമ്മൾ സോഡയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ലൈം ക്യൂബ് ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.